അവൾ പെട്ടെന്ന് കഴുത്തിലേക്ക് കൈവച്ചു. അവളുടെ തണുത്ത കൈത്തലം കഴുത്തിലേക്ക് അരിച്ചിറങ്ങിയ നിമിഷം കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കിയിരുന്നു സഞ്ജയ്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ശ്രുതി. തീരെ വയ്യ എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു. ഈശ്വര, നല്ല പനിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ നെറ്റിയിലേക്ക് തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഇന്നലെ വെള്ളം മാറി കുളിച്ചിട്ടോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ടോ ഒക്കെ ആവും ഇങ്ങനെ പനിക്കുന്നത്. സാരമില്ല, കുറച്ച് കാപ്പി ഇട്ടുകൊണ്ട് വരാം. അത്രയും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു. പെട്ടെന്ന് തന്നെ കാപ്പിയുമായി അവൾ വന്നു. ഈ കാപ്പി കുടിക്കാൻ അവൾ പറഞ്ഞിട്ടും അവൻ കണ്ണു തുറന്നു നോക്കിയതല്ലാതെ എഴുന്നേറ്റില്ല. എഴുന്നേൽക്കാൻ ഇടയ്ക്കൊന്ന് ശ്രമിച്ചെങ്കിലും അവനതിന് ആവതില്ലെന്ന് അവൾക്ക് തോന്നി. അവസാനം അവൾ തന്നെയാണ് അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. ഒരു തലയിണ കൂടി വെച്ചു കൊടുത്തു. അവനെ ചേർത്തിരുത്തി അവൻ്റെ കൈകളിലേക്ക് പതുക്കെ കാപ്പിയുടെ ഗ്ലാസ് ഒന്ന് പിടിപ്പിച്ചു. നല്ല ചൂട് കട്ടൻ കാപ്പി ഉള്ളിലേക്ക് ചെന്നപ്പോൾ ചെറിയൊരു ആശ്വാസം അവന് തോന്നി. തൊണ്ടയിലും നല്ല വേദന ഉണ്ടായിരുന്നു. ആ വേദനയ്ക്കൊരു ശമനം വന്നതുപോലെ അവൻ്റെ കലങ്ങിയ കണ്ണുകളും ചുവന്ന മൂക്കുമൊക്കെ കാണി രാത്രിയിൽ അവനെ നന്നായി പനിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. സമയത്രായി, ഞാൻ പോയിട്ട് വരാം, അവശതയിലും അവൻ പറഞ്ഞു. എഴുന്നേൽക്കാൻ പോലും ആവതില്ല, അതിനിടെ എങ്ങനെ പോകുമെന്നാണ് പറയുന്നത്? തൽക്കാലം സാറ് കിടക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എല്ലാത്തിനും ഒരു സമാധാനമുണ്ടല്ലോ. അടിവാരത്തേക്ക് പോകുന്ന ബസ് വെളുപ്പിനെ ഉള്ളെന്നല്ലേ പറഞ്ഞത്? പിന്നെ വൈകുന്നേരം ഉള്ളൊരു ബസ്, അത് വന്നേന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അവൻ തളർച്ചയോടെ പറഞ്ഞു. സാരയില്ല, ആരോഗ്യമല്ലേ പ്രധാനം, അത് കഴിഞ്ഞല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. തൽക്കാലം സാറ് നന്നായി റെസ്റ്റ് എടുക്ക്, ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ കാപ്പി കുടിച്ചിട്ട് നന്നായി ഒന്ന് കിടന്നുറങ്ങ്, ചെറിയൊരു ആശ്വാസം വരും. അതും പറഞ്ഞ് അവനെ കട്ടിലേക്ക് കിടക്കാൻ സഹായിച്ച് ലൈറ്റും ഫാനും ഓഫ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് കിടന്നതേ അവൻ ഉറങ്ങിപ്പോയിരുന്നു. സമയം 7:15 അവൻ ഉണരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ അല്പം മടിയോടെയാണെങ്കിലും ശ്രുതി തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ അമ്മച്ചി രാവിലെ തന്നെ മുറ്റത്തിരുന്ന് പാത്രം കഴുകുന്ന തിരക്കിലാണ്. ചാരവും സോപ്പൊക്കെ ഉപയോഗിച്ച് കരിപ്പാത്രങ്ങൾ പുതിയതുപോലെ ആക്കി വെക്കുന്നുണ്ട്. ശേഷം അത് വെയിൽ കൊള്ളാനായി അടുക്കളപ്പുറത്തേക്ക് നീക്കി വെക്കുന്നു. തന്നെ കണ്ടതും ചിരിയോടെ അടുത്തു വന്നു. ആഹാ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. മോനെന്തിയെ, അടിവാരത്ത് പോയിട്ട് വന്നോ? ഏറെ പരിചിതരെ പോലെ തന്നെ അമ്മച്ചി ചോദിച്ചു. പോയില്ല അമ്മച്ചി, പോകാൻ പറ്റിയില്ല. എന്നാ പറ്റി? ആദിയോടെ അവർ തിരക്കി. സാറിന് ഭയങ്കര പനി, വെള്ളം മാറി കുളിച്ചിട്ടാണെന്ന് തോന്നുന്നു, ചുട്ടുപൊള്ളുന്നു. രാവിലെ പോകാൻ എഴുന്നേറ്റപ്പോൾ ഒട്ടും വയ്യ, പിന്നെ ഞാൻ കിടന്നോളാൻ പറഞ്ഞു. ഇപ്പോഴും നല്ല ഉറക്കവാ. ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര പനിയായിരുന്നു. ഇവിടെ ചുക്കിരിപ്പുണ്ടോ? കുറച്ച് കാപ്പിട്ട് കൊടുക്കാനാ? അയ്യോടാ, അത് ഭയങ്കര കഷ്ടമായല്ലോ കുഞ്ഞെ. നല്ല ഉറവയുള്ള കിണറാണ്, നല്ല കണ്ണീർ പോലത്തെ വെള്ളമാ വരുന്നത്. തണുപ്പും കൂടുതലാണ്, അത് ചിലപ്പോൾ പിടിച്ചു കാണത്തില്ലായിരിക്കും. ഈ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ച് ശീലമുള്ള നിങ്ങൾക്ക് ഈ വെള്ളമൊന്നും ചിലപ്പോൾ പിടിക്കത്തില്ലെന്നേ, അമ്മച്ചി ആവലാതിയോടെ പറഞ്ഞു. കൊച്ചുവാ, ഞാൻ ചുക്കും കുരുമുളകൊക്കെ എടുത്തു തരാം. പനിക്കാപ്പിക്ക് വേണ്ട കൂട്ടെല്ലാം തന്നെ അമ്മച്ചി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ആഹാരമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നോളാം. അത് വേണ്ട അമ്മച്ചി, ഇന്നലെയും ബുദ്ധിമുട്ടിച്ചു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ അമ്മച്ചി ഒരു പാത്രത്തിലേക്ക് ദോശമാവ് ഒഴിച്ചു. അതിനുശേഷം കുറച്ച് ചമ്മന്തിയും മറ്റൊരു പാത്രത്തിലാക്കി അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഭിത്തി അലമാരയിൽ ദോശക്കല്ലിരിപ്പുണ്ട്, ഞാൻ ഇതിനകത്ത് എണ്ണയും വെച്ചിട്ടുണ്ട്. ദോശ ചുട്ട് കഴിക്ക്, ഉച്ചയ്ക്ക് കഞ്ഞി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പനി കൂടും. കഞ്ഞിക്കുള്ള സാധനങ്ങളെല്ലാം അലമാരക്കകത്ത് തന്നെയുണ്ട്, അമ്മച്ചി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിയിരുന്നു. അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴും അവൻ ഉണർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ നെറ്റിയിൽ വിക്സ് ഇട്ട് കൊടുത്തു. മൂക്കിൽ വിക്സ് തേച്ചുമൊക്കെ പനിയെ ഒന്ന് അകറ്റി നിർത്താൻ അവൾ ഒരു വിഫലശ്രമം നടത്തിയിരുന്നു. ഇതിനിടയിൽ ദോശ ഉണ്ടാക്കി അവൻ്റെ അരികിലേക്ക് വന്നു. അപ്പോഴും അവൻ്റെ ഒരു ഞരക്കം മാത്രമേ കേൾക്കാനുള്ളൂ. ഒടുവിൽ അവൾ തന്നെ അവനെ വിളിച്ചു. ക്ഷീണത്തോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ജനലിലൂടെ മുറിയിലേക്ക് കയറിയ വെളിച്ചം കണ്ട് നന്നേ പുലർന്നിട്ടുണ്ട് എന്ന് അവന് തോന്നി. ആ സമയത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു, സമയം ഒരുപാടായോ? സമയം 8:30 അയ്യോ, അവൻ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അടിവാരം ഒന്നും നടക്കില്ല. വൈകുന്നേരം സാറിന് ശരീരമാകുമ്പോൾ പോയി നോക്കാം. ആദ്യം പോയി മുഖമൊക്കെ കഴുകി വാ, എന്നിട്ട് വല്ല ഭക്ഷണം കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഈ ക്ഷീണം മാറില്ല. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശ്രുതി, കിടക്കാൻ മാത്രമേ തോന്നുന്നത്. അങ്ങനെ തോന്നും, പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് കിടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ഷീണം മാറില്ല. ഞാൻ ദേ
പുറകുവശത്തെ കല്ലിൽ പല്ല് തേക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അവൾ തന്നെ അവനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിരുന്ന ഉമിക്കരിയും മറ്റും അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പല്ല് തേച്ച് മുഖമെല്ലാം കഴുകിയപ്പോൾ അവന് അല്പം ആശ്വാസം തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് 2 ദോശയും അവൾ കഴിപ്പിച്ചു. ദോശ കഴിച്ച് പുറകെ തന്നെ അവന് ചുക്കു കാപ്പിയുമായി അവളെത്തി. അത് കുടിച്ചപ്പോൾ അവന് അല്പം ആശ്വാസം തോന്നിയിരുന്നു. കിടക്കാനായി എഴുന്നേറ്റപ്പോഴേക്കും അവൾ വീണ്ടും എത്തി അടുത്ത പണിയുമായി. നോക്കിയപ്പോൾ ഒരു പുട്ടുകുടത്തിൽ ആവി പറക്കുന്നുണ്ട്. അത് പേപ്പറിട്ട് മേശയിലേക്ക് വെച്ചിട്ട് അവനെ വിളിച്ചവൾ. നന്നായി ഒന്ന് ആവി പിടിച്ച അപ്പോൾ തന്നെ പകുതി പനി കുറയും. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ്റെ മുറിയിലേക്ക് കയറി ബെഡ്ഷീറ്റ് എടുത്ത് അവന് നേരെ നീട്ടി. 1-2 വട്ടം അവനെ കൊണ്ട് നിർബന്ധിച്ച് ആവി പിടിപ്പിച്ചു. 3-4 വട്ടം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ശരീരത്തിൽ ചെറിയ തോതിൽ വിയർപ്പ് നിറയുന്നത് അവൻ അറിഞ്ഞിരുന്നു. വിയർപ്പ് നിറഞ്ഞ അവൻ്റെ മുഖം അവൾ തന്നെയാണ് തോർത്താൻ തുടച്ചു കൊടുത്തത്. ഇനി ഉച്ചയ്ക്ക് പിടിക്കാം. ഇങ്ങനെ കുറച്ച് സമയം ഇടവിട്ട് പിടിക്കുമ്പോൾ പനി നന്നായി കുറയും. അത്രയും പറഞ്ഞ് അടുക്കളയിലേക്ക് തിരികെ പോകാൻ തുടങ്ങുന്നവളുടെ കയ്യിൽ അവനൊന്ന് പിടിച്ചു. ക്ഷീണത്താൽ തളർന്നു പോയ ആ കണ്ണുകളിൽ അവളുടെ നോട്ടമെത്തി. തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ പരിഗണന തരുന്നത്? ഇതുവരെ എനിക്കൊരു പനി വരുമ്പോൾ അമ്മ പോലും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സന്തോഷവും വിഷവും ഒക്കെ ഇടകലർന്ന ഒരു മറുപടി. അത് സാറിനോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടല്ല. എൻ്റെ ഒപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചെയ്യുന്ന കാര്യം അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ സാറിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ആണോ? അവൻ ഒരിക്കൽ കൂടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അതെ, ഉറപ്പോടെ അവൾ മറുപടി പറഞ്ഞു. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ മുഖത്ത് ഇത്രയും ആദ്യം ഉണ്ടാകുമായിരുന്നു. അവൻ്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയിരുന്നു. അത് പിന്നെ വാക്കുകൾക്ക് വേണ്ടി അവൾ പരതി. ഉറക്കത്തിനിടയിലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു എൻ്റെ നെഞ്ചിലും കഴുത്തിലുമൊക്കെയായി തലോടി പോകുന്ന ഈ കരങ്ങളുടെ സ്പർശം. ശ്രദ്ധയോടെ ഇടയ്ക്കിടെ നെറ്റിയിൽ തൊട്ട് ഒഴിയുന്ന ഈ തണുത്ത കൈവിരലുകളുടെ സാന്നിധ്യം. അകലും തോറും എന്നിലേക്ക് അടുത്തു വരികയാണ് താന്. ശരീരത്തിനെ തളർത്തുന്ന ഈ പനിച്ചൂടിലും തൻ്റെ സാന്നിധ്യം നൽകുന്ന കുളിര് ചെറുതൊന്നുമല്ല എനിക്ക്. അവളുടെ 2 ചുമലുകളിലും കൈവച്ചാണ് അവൻ അത് പറഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നല്ല സാറിനെ. ഇന്നലെ രാത്രി ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഒരിക്കലും സാറിനോട് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കില്ലെന്ന്. സാറിനത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. പക്ഷേ എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോൾ സാറ് വീണ്ടും. അവളൊന്ന് നിർത്തി, പിന്നെ ഒന്ന് തേങ്ങി. ആ ഹൃദയം അറിഞ്ഞെന്ന പോലെ അവൻ്റെ കരങ്ങൾ അവളുടെ മുഖത്തേക്ക് ഓരിയെടുത്തു. അങ്ങനെ മറക്കാൻ തനിക്ക് കഴിയുമോ? ഈ ഉള്ളിൽ മുഴുവൻ എൻ്റെ മുഖമല്ലേ? അവൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആ കാഴ്ച അവൻ്റെ ഹൃദയത്തെ വേദനയിലാഴ്ത്തി. തുളുമ്പ് തുടങ്ങിയ മിഴികളെ അതിനനുവദിക്കാതെ അവൻ്റെ വിരലുകൾ തുടച്ചു നീക്കി. ഇത്രമേൽ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ കരുതലും സ്നേഹവുമൊക്കെ എന്നും കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു പോവുക ശ്രുതി. അവളുടെ കവിളിൽ തലോടി അവൻ പറഞ്ഞു. ഒരു ഏങ്ങലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ അകറ്റി നിർത്താതെ സ്വയം മറന്നവനും അവളെ പുണർന്നു പോയിരുന്നു. തനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. എല്ലാം അറിയുമ്പോൾ ചിലപ്പോൾ ഇത് ബുദ്ധിമോശമായി എന്ന് തനിക്ക് തോന്നും. തൻ്റെ മുഖഭാവത്തിലെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് താൻ ആദ്യം എന്നെപ്പറ്റി അറിയണം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണം. എന്തൊക്കെയോ കാര്യമായി പറയാൻ വന്നവൻ്റെ ചുണ്ടിൽ അവൾ തൻ്റെ വിരലുകൾ കൊണ്ടൊരു മറ തീർത്തു. എനിക്കൊന്നും അറിയണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. അറിയാൻ പോകുന്നതും പറയാൻ വരുന്നതും എന്നെ അകറ്റി നിർത്താനുണ്ടായിരുന്ന കാരണങ്ങളാണ് എന്ന് എനിക്കറിയാം. എന്തോ ഒരു ശക്തമായ കാരണം കൊണ്ടാണ് എൻ്റെ സ്നേഹത്തെ സാർ അകറ്റി നിർത്തുന്നത് എന്നറിയാം. ആ കാരണം കേട്ട് മനസ്സ് വിഷമിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാവുന്ന ഞാൻ സ്നേഹിച്ച ഈ ഒരാളെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ മനസ്സിൽ മിഴിവേകിയ ഒരു ചിത്രം തന്നെയുണ്ട് ഈ ആളിൻ്റെ. അതിനപ്പുറം മറ്റൊന്നും എനിക്കറിയേണ്ട, മറ്റൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നവുമല്ല, ഉറപ്പോടെ പറഞ്ഞവൾ. അങ്ങനെയല്ല ശ്രുതി. വേണ്ട സാർ, ഈ നിമിഷം സാർ എന്നോട് അത് പറയണ്ട. എത്രയോ നാളുകളായി ഞാൻ കൊതിക്കുന്ന ഒരു നിമിഷമാണിതെന്നറിയൂ. സാറിനെ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ അറിഞ്ഞു ചേർത്ത് പിടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു വട്ടമല്ല, പലവട്ടം. പക്ഷേ ഇത് യാഥാർത്ഥ്യവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ നിമിഷം ഞാൻ മതിയാവോളം ഒന്ന് ആസ്വദിക്കട്ടെ. അവൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടകലാൻ ആഗ്രഹിക്കാതെ 2 കൈകൾ കൊണ്ട് അവൾ അവനെ പൂണ്ടടക്കം പുണർന്നിരുന്നു. ആ നിമിഷം അവളെ അകറ്റാൻ അവനും തോന്നിയിരുന്നില്ല. അവൻ്റെ കൈകളും അവളെ തിരികെ പുണർന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് സാർ.
അത് സാറിൻ്റെ സ്വത്തോ പണമോ സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടല്ല. ഈ സംരക്ഷണം അതെന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ നെഞ്ചുകൾ നനഞ്ഞ നിമിഷം അവൾ കരയുകയാണ് എന്ന് അവന് തോന്നി. അവളുടെ മുഖം ഉയർത്തി അവൻ തന്നെയാണ് ആ മെഴുനീർ തുടച്ചു കൊടുത്തത്. എനിക്ക് ശ്രുതിയേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്നറിയൂ. താൻ ചെറിയ കുട്ടിയാണ്. നമ്മൾ തമ്മിൽ ഒരു 10-15 വയസ്സിൻ്റെങ്കിലും വ്യത്യാസമുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. ശ്രുതി, താൻ ഒട്ടും പക്വതയില്ലാതെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ശ്രുതി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ പക്വതയോടെ കാര്യങ്ങളെ നേരിടുന്ന ഒരു പെൺകുട്ടിയെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോൾ വല്ലാതെ ചൈൽഡിഷായിട്ടാണ് താൻ ഇടപെടുന്നത്. എത്രയൊക്കെ പക്വത കാണിച്ചാലും എൻ്റെ മനസ്സിലൊരു സാധാരണ പെൺകുട്ടിയുണ്ട്. പ്രണയം കൊണ്ട് തരളിതമായി പോയ ഒരു സാധാരണ പെൺകുട്ടി. അതുമാത്രമാണ് ഞാനിപ്പോൾ. സാറ് പറഞ്ഞതുപോലെ ഒരു കൗമാരക്കാരി എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയുടെ വാശിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം. ആദ്യമായും അവസാനമായും എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള ഒരു പുരുഷൻ സാറ് മാത്രമാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു അവൾ. ശ്രുതിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. പക്ഷേ അവനൊന്ന് നിർത്തി. ഈ 2 അക്ഷരമാണ് സർ നമുക്കിടയിൽ എപ്പോഴും വില്ലനായിട്ട് വരുന്നത്. ആ 2 അക്ഷരം നമുക്ക് വേണ്ട. സാറിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാലോ. പ്രതീക്ഷയോടെ അവൾ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല ശ്രുതി. ഉദാഹരണമായിട്ട് എൻ്റെ പ്രശ്നം ഒരു മാറാരോഗമാണെങ്കിലോ, ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് ഞാനെങ്കിലോ, ആ പ്രശ്നം ശ്രുതി എങ്ങനെ പരിഹരിക്കും? സാർ ജീവിക്കുന്നതുവരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് പരിഹരിക്കും. അവളുടെ ആ മറുപടി അവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞിരുന്നു. ആ നിമിഷം അവൻ അവളുടെ മുഖം കൈകൊമ്പിളിൽ എടുത്തു. കണ്ണുനീർ ഉണങ്ങി വരണ്ടിരിക്കുന്ന ആ മിഴികളാണ് അവൻ്റെ ശ്രദ്ധയിൽ ആദ്യം പതിഞ്ഞത്. പിന്നെ ഒന്നും നോക്കാതെ അവൻ തൻ്റെ ആദരങ്ങൾ ആ മിഴികളോട് അടുപ്പിച്ചു. വിറച്ചു പോയവൾ. ഏറെ പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ ചുംബനം. അതിൻ്റെ അനുഭൂതിയിലായിരുന്നു ശ്രുതി ആ നിമിഷം. അവളുടെ മിഴികളിൽ ചുംബിച്ച് മുഖമുയർത്തി അവൻ്റെ മിഴിക്കോണിലും കണ്ണുനീർ നിറഞ്ഞത് അവൾ കണ്ടിരുന്നു. ഏറെ ആർദ്രമായി അവൾ ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അത്രത്തോളം ഇഷ്ടമാണോ എന്നെ? കരച്ചിലിൻ്റെ അകമ്പടിയോടെയാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ ജീവനേക്കാളേറെ. ഒന്നും ആലോചിക്കാതെ അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുറുകെ പുണർന്നു. ശേഷം അവളുടെ നെറ്റിയിൽ അവനൊരു ചുംബനം നൽകി. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിമിഷം ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് പറ്റുന്നില്ല. കണ്ണുനീരിനും അവളുടെ ചുണ്ടിൽ ഒരു ചിരി നിലനിന്നിരുന്നു. ഏറെ ആർദ്രമായി അവൻ്റെ കവിളുകളെ പുണർന്നൊഴുകിയിരുന്ന കണ്ണുനീർ തൻ്റെ ഷാള് കൊണ്ട് അവൾ തുടച്ചു. പിന്നെ അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. കുറച്ചു സമയം ഇരുവരും അങ്ങനെ തന്നെ നിന്നു. മറ്റൊന്നും കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്തതുപോലെ. പോയി കിടക്ക് കുറച്ചു നേരം, ക്ഷീണം കാണും. അവൾ തന്നെയാണ് മുൻകൈയെടുത്ത് അവനിൽ നിന്നും അകന്നത്. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അടുക്കളയിലേക്ക് ഓടുമ്പോൾ കഴിഞ്ഞുപോയ നിമിഷങ്ങളൊന്നും സ്വപ്നമല്ലെന്ന് അവൾ ഒരിക്കൽ കൂടി കൈത്തണ്ടയിൽ നുള്ളി ഉറപ്പിച്ചിരുന്നു. സന്തോഷവും സങ്കടവുമെല്ലാം ഒരുപോലെ വന്ന നിമിഷമായിരുന്നു ശ്രുതിക്ക്. സഞ്ജയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളെ കണ്ട ദിവസം മുതൽ വീർപ്പുമുട്ടി ഉള്ളിൽ നിന്നിരുന്ന വികാരങ്ങളാണിപ്പോൾ പുറത്തു വന്നത്. എത്ര മൂടിക്കെട്ടി വെച്ചാലും ഒരു മനുഷ്യന് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അവൻ്റെ പ്രണയമാണ്. അതൊരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലുടക്കിയ പെൺകുട്ടി ഇനിയും ഒരു വസന്തത്തിന് സ്ഥാനമുണ്ടാകാതിരുന്ന തൻ്റെ മനസ്സിൽ ഒരു വലിയ പൂക്കാലം വിരിയിച്ചവൾ ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അവൻ. കിടക്കയിലേക്ക് കിടന്നതും ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയിരുന്നു. ആ സമയം കൊണ്ട് ഉച്ചയ്ക്ക് അവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ശ്രുതി. അവൻ ഉണർന്നപ്പോഴേക്കും കഞ്ഞിയും പയറും ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും തയ്യാറായിരുന്നു. അവൾ തന്നെയാണ് അവന് ഭക്ഷണം വിളമ്പിയത്. ഭക്ഷണം വിളമ്പുമ്പോൾ ഒന്നും തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച സ്നേഹപ്രകടനങ്ങളാണ് അവളിൽ ചമ്മലിൻ്റെ കാരണമായതെന്ന് അവനും തോന്നിയിരുന്നു. താൻ കഴിക്കുന്നില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, താനും കൂടി ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ. ഞാൻ കഴിച്ചോളാം സർ. തൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു സ്പൂണ് കഞ്ഞി കോരി അവൾക്ക് നേരെ നീട്ടി. അവനെ നോക്കാൻ പലപ്പോഴും അവൾക്കൊരല്പം മടി തോന്നിയിരുന്നു. എങ്കിലും ആ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് നാണത്തിൻ്റെ മേമ്പടി ഉണ്ടെന്ന് അവൻ കണ്ടെത്തി. ഇത്ര നാണിക്കാൻ വേണ്ടി ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ മുഖത്ത് നാണത്തിൻ്റെ സൂര്യൻ ഉദിക്കുമല്ലോ. കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ മുഖം ഉയർത്തി അറിയാതെ അവൻ്റെ മുഖത്തേക്ക് അവളും നോക്കിപ്പോയിരുന്നു. ചെറുചിരിയോടെ ഒരു കണ്ണിറുക്കി കാണിച്ച്
കീഴ്ചുണ്ടൊന്ന് കടിച്ച് ഭംഗിയായി ചിരിച്ചിരുന്നു അവൻ. അവൾ ആ ചിരിയുടെ മാസ്മരികതയിൽ മതിമറന്നുപോയി.